ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര് ലെറ്റ്സ് ഡ്രോ എന്നുള്ളതാണ്. എന്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? നമുക്ക് കുറേ ഷേപ്സ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ടല്ലേ. ഈ ഫസ്റ്റ് പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഷേപ്സ് കാണാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ ഷേപ്പുകൾ. ഏതൊക്കെ ഷേപ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിൽ നമുക്ക് സർക്കിളുണ്ട്, പിന്നെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. അപ്പം ഈ ഷേപ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഷേപ്സുകളെ കുറിച്ച്, നമുക്ക് ഓരോ ഷേപ്സ് കൊണ്ട് നമുക്ക് പല പിക്ചേഴ്സ് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. നമുക്ക് ഫസ്റ്റ് പേജിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നമ്മൾ പഠിച്ച ചില ഷേപ്സുകൾ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഷേപ്പ് ഏതാണ്? സർക്കിൾ. സർക്കിൾ. അടുത്ത ഷേപ്പ് സ്ക്വയർ. ഏത് ഷേപ്പാണ്? സ്ക്വയർ. അടുത്തത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ. ഈ ഷേപ്പ് ഏതാണ്? റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ. ഇനി നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് പോർഷനിലേക്ക് വരും. വെൽക്കം ഫെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ഫെസ്റ്റ് കണ്ടോ? ഇവിടെ ഒരു സ്കൂളിലെ വെൽക്കം ഫെസ്റ്റ് ആണ് നടക്കുന്നത്. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. Their school is decorated for the welcome fest. അനുവും സുബിയും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ സ്കൂള് വെൽക്കം ഫെസ്റ്റിനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. കളർ ദ ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദ പിക്ചർ പ്രെറ്റിയർ. അപ്പം നമുക്കിവിടെ ഈ പിക്ചേഴ്സ് കളർ ചെയ്ത് നമുക്ക് ഈ പിക്ചർ കുറച്ചുകൂടെ മനോഹരമാക്കാം അല്ലേ. ഇവിടെ കണ്ടോ, കുറച്ച് ഫെസ്റ്റൂൺസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഏതൊക്കെ ഷേപ്സ് കാണാൻ പറ്റും? ഏതൊക്കെ ഷേപ്സ് ആണുള്ളത് ഇവിടെ അല്ലേ? ഏതൊക്കെ ഷേപ്സ് നമുക്ക് കാണാൻ പറ്റും? ഇതിൽ നമുക്ക് ഏതൊക്കെ ഷേപ്സ് ആണ് കാണാൻ പറ്റുന്നത്? ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, പിന്നെ റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ഷേപ്സിലൊക്കെ ഉള്ള ഫെസ്റ്റൂൺസ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. ഈ ഫെസ്റ്റൂൺസിലുള്ള ഓരോ ഷേപ്പുകളുടെയും നമ്പർ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ആ നമ്പർ നമുക്കിവിടെ എഴുതാം. ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഷേപ്പ് ഏതാണ്? ഇത് ഏത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിൾ ഷേപ്പിൽ എത്ര ഫെസ്റ്റൂൺസ് നമുക്കിവിടെ കൗണ്ട് ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പം എത്ര ഫെസ്റ്റൂൺസ് ഉണ്ടാവും? റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11. അപ്പം എത്ര എണ്ണമാണ് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇവിടെ ഉള്ളത്? 11. അപ്പം നമുക്ക് ആ നമ്പർ ഇവിടെ നമ്പറിൻ്റെ ബോക്സിൽ റെക്റ്റാങ്കിളിന് താഴെ നമുക്ക് 11 എഴുതാം. ഇനി അടുത്തത് ഏത് ഷേപ്പാണ്? അടുത്തതിന് നമുക്ക് ട്രയാങ്കിൾ ആണുള്ളത് അല്ലേ. ട്രയാങ്കിൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഉണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 then 23 24 25 26 27 28 29 30 31 32 33. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ? 33 ട്രയാങ്കിൾസ്. അപ്പം നമുക്കിവിടെ ട്രയാങ്കിളിൻ്റെ ബോക്സിൽ 33 എഴുതാം. 33 ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് നമുക്ക് എഴുതാം. ഇനി അടുത്തത് സർക്കിൾ. സർക്കിൾസ് എത്ര എണ്ണം ഉണ്ട്? അത് നിങ്ങൾ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കുക എത്ര സർക്കിൾസ് ഉണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റെക്റ്റാങ്കിളിന് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം, ഗ്രീൻ കളർ ട്രയാങ്കിളിന് കൊടുക്കാം, റെഡ് കളർ നമുക്ക് സർക്കിളിന് കൊടുക്കാം. നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഗ്രീറ്റിംഗ് കാർഡ് ആർക്കാണ് നമ്മളിവിടെ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്? നോക്കിക്കേ. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ്റ് ദിസ് ഇയർ. വിധു ഈ വർഷത്തെ ഒരു പുതിയ കുട്ടിയാണ്. ദി അതേഴ്സ് വാണ്ട് ടു മേക്ക് ഹിം എ ഗ്രീറ്റിംഗ് കാർഡ്. മറ്റു കുട്ടികൾക്ക് വിധുവിനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. സുബി ആൻഡ് അതേഴ്സ് ആർ ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ഡോട്ട്സ് ടു മേക്ക് ഇറ്റ്
pretty. Can you help? അപ്പോൾ സുബിയും സുബിയുടെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ ചേർന്നിട്ട് ഇവിടെ പിക്ചേഴ്സ് വരച്ചു, പടങ്ങളൊക്കെ വരച്ച് അതിൽ ഡോട്ട്സ് സ്റ്റിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി അത് മനോഹരമാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കാർഡ് നമുക്കിവിടെ കാണാൻ പറ്റില്ലേ, വെൽക്കം ടു വിധു എന്ന് എഴുതിയൊരു കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പിക്ചറിൽ എന്താ കാണിച്ചിരിക്കുന്ന ഒരു ഡോട്ടുള്ള അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ദർ ഈസ് വൺ ഡോട്ട് ഇൻ ദ പിക്ചർ. ഹൗ മെനി മോർ ഓഫ് ദി സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ്? അപ്പം ഇവിടെ ഒരു ഡോട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അവിടെ എത്ര ഡോട്ട്സ് ഫിക്സ് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നോക്കിയിട്ട് ഇതാ ഈ ബോക്സിൽ എഴുതാം. ഇനി നമുക്ക് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം എത്ര ഡോട്ട്സ് നമുക്ക് ശരിക്കും അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരെണ്ണം ഡ്രോ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ്? ഇതിൽ നമുക്ക് ശരിക്കും എത്ര ഡോട്ട്സ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര ഡോട്ട്സ് ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ഓൾറെഡി ഒരു ഡോട്ട് ഉണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ഡോട്ട് ഇടാൻ പറ്റും. ഇത് ഇവിടെ ഒരു ഡോട്ട് ഇടാം അല്ലേ? ഇവിടെ പറ്റും, ഇവിടെയും പറ്റും. ഇതിന് താഴെ നമുക്ക് ഒരു ഡോട്ടും കൂടി പറ്റും. അപ്പോൾ മൊത്തം ടോട്ടൽ ഇപ്പോൾ എത്ര ഡോട്ട്സ് നമുക്ക് ഇടാൻ പറ്റി? അത് നമ്മൾ എന്ത് ചെയ്യാം? ഇത് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് ആ ഡോട്ട്സിൻ്റെ നമ്പർ ഈ ബോക്സിൽ ഇവിടെ എഴുതാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്യാൻ യു ഡ്രോ? സീ ദ പിക്ചർ മെയ്ഡ് വിത്ത് സർക്കിൾസ്. ക്യാൻ യു കളർ ഇറ്റ്? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, കണ്ടോ നിങ്ങളൊരു പിക്ചർ കൊടുത്തേക്കുന്നത്? ഈ പിക്ചർ ഏത് ഷേപ്പ് ഉപയോഗിച്ചാണ് ഡ്രോ ചെയ്തേക്കുന്നത്? കണ്ടോ, സർക്കിൾ അല്ലേ? എല്ലാം സർക്കിൾസ് ആണ്, ബിഗ് സ്മോൾ സർക്കിൾസ് ഉണ്ട്. അപ്പം ഈ സർക്കിൾസ് ഉപയോഗിച്ചാണ് ഈ പിക്ചർ ഡ്രോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സർക്കിൾസ് ഉപയോഗിച്ച് ഒരു പിക്ചർ ഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പിക്ചർ ഡ്രോ ചെയ്യാൻ പറ്റുമോ? ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ സർക്കിൾ ഷേപ്പ് ഉപയോഗിച്ചൊരു കാറ്റർപില്ലറിനെ വരച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും ഇതുപോലെ ആ ഷേപ്സ് മാത്രം വെച്ചിട്ട് പിക്ചർ വരയ്ക്കാം. ഷേപ്സ് ഇൻ എ ബോട്ട്. അപ്പോൾ അടുത്ത് നോക്കിക്കേ, ഷേപ്സ് ഇൻ എ ബോട്ട്. വിധു ലൈക്ക് ദി കാർഡ്. ഹി ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. അപ്പോൾ വിധുവിൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത കാർഡ് വിധുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിധു എന്താ ചെയ്തേ? വിധു അതിന് പകരമായിട്ടൊരു പേപ്പർ ബോട്ട്, വിധു ഉണ്ടാക്കിയൊരു പേപ്പർ ബോട്ട് അവർക്ക് കൊടുത്തു. ആ പേപ്പർ ബോട്ടിൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ ആ പേപ്പർ ബോട്ടിൻ്റെ? കണ്ടോ? അപ്പം ഇവരെന്താ ചെയ്തത്? നമുക്കിനി എന്താ ഇതിൽ ചെയ്യാനുള്ളത്? അൺഫോൾഡ് ദ ബോട്ട്. വാട്ട് ഷേപ്സ് ഡു യു സീ? റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. നമുക്ക് ഈ ബോട്ട് ഒന്ന് അൺഫോൾഡ് ചെയ്യും, തുറന്ന് നോക്കിയിട്ട് നമുക്കിതിൽ എന്തൊക്കെ ഷേപ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഷേപ്സിൻ്റെ നമ്പർ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഈ ബോക്സിൽ എഴുതാം. അപ്പോൾ ഇവിടെ അൺഫോൾഡ് ചെയ്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്കിവിടെ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഇവിടെ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് ഒന്ന് കൗണ്ട് ചെയ്തേ, നമുക്ക് നോക്കാം എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതിലൊരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലേ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ 1 2. ഇനി ഇത് ഒരു ബിഗ് റെക്റ്റാങ്കിൾ ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ മുഴുവൻ എത്ര റെക്റ്റാങ്കിൾസ് ആയി? 1 2 3 റെക്റ്റാങ്കിൾസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾസിൻ്റെ എണ്ണം നമുക്ക് ഈ ബോക്സിൽ എഴുതാം. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ നമ്പർ എഴുതി. എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? 3 റെക്റ്റാങ്കിൾസ്. ഇനി അടുത്ത നമ്മളോട് എന്താണ് ചോദിച്ചേക്കുന്നത്? അടുത്ത നമ്മളോട് ട്രയാങ്കിൾ അല്ലേ, ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് കണ്ടോ? ഏത് ഷേപ്പാണത്? ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? കുറേ ട്രയാങ്കിൾസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഒരു ബിഗ് ട്രയാങ്കിൾ ഉണ്ടല്ലേ, ഇവിടെ ഒരു ബിഗ് ട്രയാങ്കിൾ ഉണ്ട് 1. ഇനി ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് 2. ഇപ്പോൾ 2 ട്രയാങ്കിൾസ് ആയി. ഇനിയോ ഇതൊരു ട്രയാങ്കിൾ അല്ല, ഇവിടെ ഒരു സ്മോൾ ട്രയാങ്കിൾ ഉണ്ട് 3. ഇവിടെയും അതേപോലെ തന്നെ 4. അതേപോലെ ഇവിടെ 5. ഇനി ഇവിടെ ഉണ്ട് 6.
ഇനിയുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, സ്മോൾ 7, 8, 9, 10 ട്രയാങ്കിൾസ് ഉണ്ടല്ലേ. എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നമുക്കിവിടെ? 10 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എഴുതാം ഇതിൽ. അപ്പം നമ്മൾ ട്രയാങ്കിൾസിൻ്റെ എണ്ണം എഴുതിയല്ലേ, 10 ട്രയാങ്കിൾസ് എഴുതി. ഇനി അടുത്ത് എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? അനു unfolded the board and cut along the folds. See how she pasted the shapes in her notebook. അനുവിന് കിട്ടിയ ആ ബോട്ട് അനു അൺഫോൾഡ് ചെയ്തു, തുറന്നു. എന്നിട്ട് ആ മടക്കിലൂടെ അനു അത് കട്ട് ചെയ്തപ്പോൾ അനുവിന് കിട്ടിയ ആ ഷേപ്സ് അനുവിൻ്റെ നോട്ട്ബുക്കിൽ അനു പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ലൈക്ക് ദിസ് പേസ്റ്റ് ദീസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് മേക്ക് മോർ പിക്ചേഴ്സ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് അത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പല പിക്ചേഴ്സ്, പല ഷേപ്സിൽ ഇതുപോലെ ആ കട്ട് ചെയ്ത ആ മടക്കുകൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് വേസിൽ നിങ്ങൾക്ക് പിക്ചേഴ്സായിട്ട് നിങ്ങളുടെ ബുക്കിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്താലോ? ലെറ്റ്സ് മേക്ക് ഷേപ്സ്. നമുക്ക് കുറച്ച് ഷേപ്സ് ഉണ്ടാക്കാം. കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ. നമുക്കൊരു റെക്റ്റാങ്കിൾ, ഇതുപോലൊരു റെക്റ്റാങ്കിൾ നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ഇറ്റ് ഇൻറ്റു 2 പീസസ് ആസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ 2 പീസസ് ആയിട്ട് അതിനെ കട്ട് ചെയ്യുക. ജോയിൻ ദ പീസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് ഷേപ്സ് ക്യാൻ യു മേക്ക്? അപ്പം ഇതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇതിനെ പല പീസസ് ആയിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. പല രീതിയിൽ നമ്മൾ നേരത്തെ ബോട്ടിൻ്റെ ചെയ്തില്ല, അപ്പോൾ അതുപോലെ നിങ്ങളത് ഈ പീസസ് പല വിധത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഷേപ്സ് അതിലുണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒന്ന് നോക്കുക. അതൊരു നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. അടുത്തത് ലെറ്റ്സ് മേക്ക് ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിൾ ബിറ്റ്സ്. അനുവും അനുവിൻ്റെ ഫ്രണ്ട്സും റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കുകയാണ്. എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്? ഈർക്കിൾ ബിറ്റ്സ് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ. യൂസ് 24 ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 24 ഈർക്കിൾ ബിറ്റ്സ്, അതായത് ഒരേ നീളത്തിലുള്ള 24 ഈർക്കിൾ ബിറ്റ്സ് എടുത്തിട്ട് അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കി നോക്കാനാണ്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ആ നമ്പർ നിങ്ങളിതാ ഇവിടെ എഴുതുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. അപ്പം നിങ്ങൾ 24 ഈർക്കിൾ ബിറ്റ്സ് എടുത്ത് ഒരേ നീളത്തിലുള്ള ഈർക്കിൾ ബിറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ നമ്പേഴ്സ് എത്ര എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് നമ്പേഴ്സ് ഇതിൽ എഴുതുക. അപ്പോൾ നമ്മളോട് ഇവിടെ വേറൊരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ ഹിയർ. ഇവിടെ ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും വരയ്ക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോക്സിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും വരയ്ക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഈർക്കിൾ ബിറ്റ്സ് ഡിഡ് യു യൂസ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എത്ര ഈർക്കിൾ ബിറ്റ്സ് ഉപയോഗിച്ചു? എത്ര ഈർക്കിൾ ബിറ്റ്സ് ആണ് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്? നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഈർക്കിൾ ബിറ്റ്സ് വേണ്ടി വന്നു ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട്? 4 അല്ലേ? എത്ര എണ്ണം വേണം നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട്? എത്ര ഈർക്കിൾ ബിറ്റ്സ് വേണ്ടി വന്നു? 4 ഈർക്കിൾ ബിറ്റ്സ് ആണ് നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പം 4 ഈർക്കിൾ ബിറ്റ്സ്, നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് 4 ഈർക്കിൾ ബിറ്റ്സ്, 4 ഈർക്കിൾ ബിറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായി വന്നത്. ഇനി ആൻഡ് ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് എത്ര എണ്ണം നിങ്ങൾക്ക് വേണ്ടി വന്നു? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് എത്ര എണ്ണമാണ് വേണ്ടി വന്നത്? അതിൻ്റെ നമ്പർ നമുക്കിതാ ഈ കോളത്തിൽ എഴുതാം അല്ലേ? ട്രയാങ്കിളിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം, നമ്മളത് ചെയ്ത് നോക്കി, ഈർക്കിൾ ബിറ്റ്സ് ഉപയോഗിച്ച് ചെയ്ത് നോക്കി. പിന്നെ അത് കൂടാതെ നിങ്ങളിവിടെ വരച്ചു അല്ലേ? അപ്പോൾ എത്ര എണ്ണമാണ് നമുക്ക് വേണ്ടി വന്നത്? എത്ര എണ്ണമാണ്? 3 ഈർക്കിൾ ബിറ്റ്സ് ആണ് നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 എന്ന് എഴുതി.
അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പറഞ്ഞത്? ഫസ്റ്റ് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഉണ്ടാക്കിയത് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ വരച്ചതൊരു റെക്റ്റാങ്കിൾ ഷേപ്പായിരുന്നു. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനായിട്ട് നമുക്ക് 4 ഇർക്കിൾ ബിറ്റ്സ് വേണ്ടി വന്നു. ഇനി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാനോ 3 ഇർക്കിൾ ബിറ്റ്സും വേണ്ടി വന്നു. നെക്സ്റ്റ് വൺ, പിക്ചേഴ്സ് ഇൻ ടൈൽസ്. Pictures in tiles. The Grama Panchayat has made a smart classroom for the school and the floor is tiled. Isn't it nice? ഇവിടെ കണ്ടോ ഈ പിക്ചറിൽ ഗ്രാമപഞ്ചായത്ത് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കിയെടുത്തു. അപ്പം അവിടെ ഫ്ലോറിൽ തറയിൽ ടൈൽസ് ഇട്ടിരിക്കുകയാണ്. കണ്ടോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എന്ത് ഭംഗിയുണ്ടല്ലേ? Now see the tile designs the children have drawn. ഇവിടെ കുട്ടികൾ വരച്ച ചില ടൈൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിക്ചറിൽ കാണാം, അനു വരച്ചതുണ്ട്, അതുപോലെ വിധു വരച്ചതുണ്ട്, സുബി വരച്ചതുണ്ട്. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ട്. എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. തിങ്ക് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേയ്സ് യു ക്യാൻ ജോയിൻ ദ ഡോട്ട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ടൈൽ ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നിങ്ങൾക്കിത് ജോയിൻ ചെയ്ത് നമുക്കിതുപോലെ ഡിഫറെൻറ്റ് വേയ്സിലുള്ള ടൈൽ ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് നമുക്ക് കളർ ചെയ്യാം അതിൽ. ഓക്കെ, അപ്പം ഈ ഡോട്ട്സ് ജോയിൻ ചെയ്യുക. ഡോട്ട്സ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്വയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്കിത് വരയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിലാണ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് സ്ക്വയേഴ്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രയാങ്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ അനുവും വിധുവും സുബിയും ഒക്കെ ചെയ്ത പോലെ നിങ്ങൾക്ക് അതിൽ കളർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് അലോങ് ദി ഡോട്ടഡ് ലൈൻസ്. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ പിക്ചറിൽ ഏത് ഷേപ്പാണുള്ളത്? നമ്മൾ ഈ പിക്ചറിൽ എന്താണുള്ളത്? ഒരു സ്ക്വയർ ഷേപ്പ്. ഇനി ഇതിലെന്താണുള്ളത്? ബി പിക്ചറിൽ എന്താണുള്ളത്? നമുക്കൊരു സ്ക്വയർ ഷേപ്പാണ്. സിയിലോ ഒരു റെക്റ്റാങ്കിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും സെൻറ്ററിൽ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലെ ലൈൻസ്, കുഞ്ഞു കുഞ്ഞു ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലൂടെ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതാ നോക്കിക്കേ, ഫസ്റ്റ് വൺ ഇതിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുന്നത്? ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏത് ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? ഏത് ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്? ട്രയാങ്കിൾ ഷേപ്പ്. ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്കിവിടെ ഈ ബോക്സിൽ നമുക്ക് എഴുതാം. കണ്ടോ, ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാ ഇവിടെ ബോക്സിൽ ട്രയാങ്കിൾ എന്ന് എഴുതി. ഇനി അടുത്തതോ, രണ്ടാമത്തെ പിക്ചറിൽ, രണ്ടാമത് ബി പിക്ചറിൽ എന്താണ്? ഒരു സ്ക്വയർ ആണല്ലേ? സെയിം ഒരു സ്ക്വയർ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാണ് ഡോട്ടഡ് ലൈൻസ് പോയേക്കുന്നത്? നേരെയാണല്ലേ? അപ്പോൾ ഇങ്ങനെ നേരെ പോയപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്? ഇതാ നോക്കിക്കേ, ഏത് ഷേപ്പാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്? ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ? നീളത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബോക്സിൽ നമുക്ക് ഏത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ നമുക്ക് എഴുതാം. ഓക്കെ, സോ റെക്റ്റാങ്കിൾ ബിയിൽ നമുക്ക് കിട്ടിയതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. എഗെയിൻ നമ്മൾ സിയിലേക്ക് വരുമ്പോൾ, സി പിക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു റെക്റ്റാങ്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൽ നമുക്ക് വീണ്ടും അതിൻ്റെ നടുഭാഗത്തൂടെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടിയത്? നോക്കിക്കേ, വീണ്ടും നമുക്ക് നീളത്തിലുള്ളൊരു ഷേപ്പാണല്ലേ കിട്ടിയിരിക്കുന്നത്. ഏത് ഷേപ്പാണ്? എഗെയിൻ ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ അല്ലേ? ഏത് ഷേപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? റെക്റ്റാങ്കിൾ എന്ന് എഴുതാം. ഓക്കെ, റെക്റ്റാങ്കിൾ കണ്ടോ. അപ്പോൾ ഏതൊക്കെ ഷേപ്സ് നമുക്ക് കിട്ടി? ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു സ്ക്വയറിനെ അതിൻ്റെ രണ്ട് കോർണേഴ്സ് തമ്മിൽ നമ്മൾ കട്ട് ചെയ്തപ്പം
ഒരു കോർണറിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. രണ്ടാമത്തെ പിക്ചറിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. മൂന്നാമത്തെ പിക്ചറിലും നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ ഇൻടു 2 triangles. For which figures can't you do this? നമുക്കിവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ലൈൻ, ഒരു ലൈൻ മാത്രം വരച്ച് നമുക്കിതിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റണം. അപ്പം നമുക്കിതിൽ ഏതൊക്കെ പിക്ചറിലാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്കിവിടെ ടിക്ക് ചെയ്തിടാം. സോ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ? ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ തന്നെയാണ്. അപ്പം നമുക്കിതിനെ എങ്ങനെ നമുക്കൊരു വീണ്ടും ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും? നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ടീച്ചർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്കിതിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റണം. പക്ഷെ നമുക്ക് എന്താണ് ഒരു ലൈനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ദാ ഇവിടുന്ന് നേരെ താഴേക്ക് വരച്ചു. അപ്പം എന്തായി? നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് 2 ട്രയാങ്കിൾസ് ആക്കി, ഒരു സിംഗിൾ ലൈൻ വരച്ച് അതിനെ നമുക്ക് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ? ഇനി അടുത്തത് ബി പിക്ചറിൽ നോക്കിക്കേ, നമുക്കൊരു സ്ക്വയർ ആണ് ഉള്ളത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അടുത്തതിന് സിയിൽ കൊടുത്തേക്കുന്നൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് നമുക്കിതാ ഇങ്ങനെ വേണമെങ്കിൽ അതിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ? 2 ട്രയാങ്കിൾസ് ആക്കി അതിനെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു ലൈൻ വരച്ച്. ഇനി ഡി പിക്ചറിൽ നോക്കിക്കേ, നമുക്കിതിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് നോക്കാവേ. നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയതിൽ അല്ലേ, ഒരു ട്രയാങ്കിൾ നമുക്കതിൽ കിട്ടി. പക്ഷേ മറ്റേത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടിയില്ല അല്ലേ? നമുക്കിതാ ഇങ്ങനെ വരച്ച് നോക്കിയാലോ. ഇവിടെയും നമുക്ക് 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താണ്? നമുക്ക് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഡി നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി ഈ നോക്കിക്കൊരു സർക്കിൾ ആണല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റുമോ? നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കാം. പറ്റുമോ? ഇല്ല, അങ്ങനെ പറ്റില്ല. ഇനി ഇങ്ങനെ വരച്ച് നോക്കിയാലോ? അങ്ങനെ നമുക്ക് പറ്റില്ല അല്ലേ? അപ്പം നമുക്ക് എന്താണ് സർക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ്? അടുത്തതായിട്ട് വാട്ട് കംസ് നെക്സ്റ്റ്? അടുത്ത എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഡ്രോ വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദി പാറ്റേൺസ് ബിലോ. ഇവിടെ ഓരോ പാറ്റേൺസിൻ്റെ താഴെയും, അതായത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ പാറ്റേൺസിലും അടുത്തത് എന്താണ് വരുന്നതെന്ന് നമുക്ക് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? അവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെത് എന്താണ്? അതിൻ്റെ ഒരു കോർണറിലായിട്ടൊരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. രണ്ടാമത്തെ പിക്ചറിലേക്ക് വരുമ്പോൾ എന്താണ്? രണ്ടാമത്തെ പിക്ചറിലേക്ക് വരുമ്പോൾ ആ കോർണറിന് അത് താഴെയാണ് അല്ലേ? ട്രയാങ്കിൾ താഴെ വന്നു, പിന്നെ ഇതാ ഈ സൈഡിൽ വന്നു. അപ്പോൾ ആദ്യം മുകളിൽ വന്നു, പിന്നെ അതിൻ്റെ താഴെ വന്നു, ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. അപ്പോൾ അടുത്തതിന് എവിടെ ആയിരിക്കും വരുന്നത്? നമുക്കൊന്ന് വരച്ച് നോക്കാം. അടുത്തത് ഇതേപോലെ അതിൻ്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് വരും അല്ലേ? ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടായിരിക്കും അടുത്ത പിക്ചറിൽ വരിക. ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ കുറച്ച് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ടല്ലേ? കണ്ടോ? ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെത് ഇവിടെ ആയിട്ടായിരുന്നു അല്ലേ? ഫസ്റ്റ് സൈഡിൽ, അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഇവിടെ ആയിട്ടായിരുന്നു. അത് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് എവിടെ വരും? അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലൊരു കോർണറിലായിരുന്നു, പിന്നെ അതിൻ്റെ നടുഭാഗത്തായിട്ട് വന്നു, പിന്നെ ടോപ്പിൽ വന്നു. ഇനി അടുത്ത ഇപ്പം എവിടെയായിട്ടായിരിക്കും വരുന്നത്? നമുക്ക് വരച്ച് നോക്കാം അല്ലേ? എവിടെയായിട്ടായിരിക്കും? ഇനി അടുത്തത് റൈറ്റ് സൈഡിൽ താഴെ ആയിരിക്കും അല്ലേ വരുന്നത്? അപ്പോൾ നമുക്കതൊന്ന് വരയ്ക്കാം. അപ്പോൾ
നെക്സ്റ്റ് പിക്ചർ വരുമ്പോഴത്തേനും ട്രയാങ്കിളിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് സർക്കിൾ വരും. ഓക്കെ ഓക്കെ ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദിസ്? നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് പാറ്റേൺസ് വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു പാറ്റേൺ ഒന്ന് വരച്ചാലോ? ഫസ്റ്റ് നമുക്കൊരു റെക്റ്റാങ്കിൾ, ഇവിടെ ടീച്ചർ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൽ ഇതാ ഇങ്ങനൊരു ലൈനുണ്ട്. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത റെക്റ്റാങ്കിൾ ഇതാ അടുത്ത റെക്റ്റാങ്കിൾ വരുമ്പോൾ വീണ്ടും ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാറ്റേണിൻ്റെ അടുത്ത എന്തായിരിക്കും? അടുത്ത വരുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? അത് നിങ്ങൾക്ക് വരച്ച് നോക്കാവോ? നെക്സ്റ്റ് വൺ, ഷേപ്സ് അറൗണ്ട് അസ്. സീ ദ പിക്ചർ. ഡു യു സീ എനി ഫെമിലിയർ ഷേപ്സ്? റൈറ്റ് ദം ഡൗൺ. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഷേപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പഠിച്ച കുറേ ഷേപ്സ് ഇതിലുണ്ടല്ലേ. ഏതൊക്കെ ഷേപ്സ് ഉണ്ട്? സർക്കിൾ ഉണ്ടല്ലേ, നമുക്കിവിടെ സർക്കിൾ കാണാൻ പറ്റും. ഇനി വേറെ ഏതൊക്കെ ഷേപ്സ് ആണ് നമുക്കുള്ളത്? സർക്കിൾ ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ, പിന്നെ റെക്റ്റാങ്കിൾ അല്ല, ഈ ഷേപ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം നമുക്ക് ആ ഷേപ്സുകളൊക്കെ ഒന്ന് എഴുതിയാലോ? ഓക്കെ അപ്പോൾ ഏതൊക്കെ ഷേപ്സ് ആണ്? സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. ഇത്രയും ഷേപ്സ് ആണ് നമ്മളിതിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്കൂളിൽ നമ്മളുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ? റൈറ്റ് ദം ഇൻ ദി ടേബിൾ ബിലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഷേപ്പ് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഈ ഷേപ്സ് ഒക്കെ നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ സ്കൂളിനൊക്കെ ചുറ്റും നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷേപ്സിൻ്റെ ഒക്കെ പേര് അല്ലെങ്കിൽ ഈ ഷേപ്സിൽ കാണുന്ന ഷേപ്സിലുള്ള സാധനങ്ങളല്ലേ, എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലോ സ്കൂളിലോ ഒക്കെ കാണുന്ന ഈ ഷേപ്സിലുള്ള എന്തൊക്കെയാണ് നമ്മൾ കാണുന്ന ഈ ഷേപ്സിലുള്ളത്? അത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതിയാലോ ഈ ടേബിളിൽ? അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഷേപ്പ് ഏതാണ്? ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ. റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് സ്കൂളിൽ എന്തൊക്കെ കാണാൻ പറ്റും? കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ഒരെണ്ണം ടീച്ചർ ഇവിടെ എഴുതാം. നമ്മുടെ സ്കൂളിൻ്റെ ഡോറ്, നമ്മുടെ ക്ലാസ്സിൻ്റെ ഡോറല്ലേ, ഡോറ് അല്ലെങ്കിൽ വിൻഡോ, ഇതൊക്കെ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഏതെഴുതാം? നമുക്കിവിടെ ഡോർ എഴുതാം. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഡോർ എഴുതി. ഇനി അടുത്ത ഏത് ഷേപ്പാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അടുത്തത് ട്രയാങ്കിൾ ഷേപ്പാണ് അല്ലേ. ട്രയാങ്കിൾ ഷേപ്പിൽ എന്താ നമുക്ക് സ്കൂളിൽ കാണാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമ്മുടെയൊക്കെ സ്കൂളിൽ എന്തായിരിക്കും ഉള്ളത്? നമുക്ക് റൂഫ് ഉണ്ടല്ലേ. നമ്മുടെ സ്കൂൾ ഓടിട്ട സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം റൂഫ് ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും അല്ലേ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ചെല്ലുമ്പോൾ നോക്കുക, നമ്മുടെ റൂഫ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ റൂഫ് എഴുതാം. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ റൂഫ് എഴുതി. ഇനി അടുത്ത എന്താണ്? സർക്കിൾ ഷേപ്പ്. സർക്കിൾ ഷേപ്പിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ടല്ലേ, കുറേ ഒബ്ജക്ട്സ് ഉണ്ട് സ്കൂളിൽ. ഇപ്പോൾ ക്ലോക്ക് ഉണ്ടല്ലേ, നമുക്ക് സ്കൂളിൽ ക്ലോക്ക് സർക്കിൾ ഷേപ്പാണ്. ഇനിയും നമ്മുടെ സ്കൂൾ ബസ്സിൽ വീൽസ് ഏത് ഷേപ്പാണ്? സർക്കിൾ ഷേപ്പാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ സർക്കിൾ ഷേപ്പിൽ നമുക്ക് ഒരെണ്ണം എഴുതാം. ഏതാണ്? നമുക്ക് ക്ലോക്ക് എഴുതാം. ഓക്കെ ക്ലോക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്കൂളിൽ പോയി നോക്കിയിട്ട് എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് ഈ ഓരോ ഷേപ്പിലുള്ളതെന്നുള്ളത് കണ്ടെത്തി നിങ്ങൾക്ക് ബാക്കി ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി വുഡൻ ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. വുഡൻ ബ്ലോക്സ് ഉപയോഗിച്ച് അനുവിൻ്റെ ഫ്രണ്ട്സും ഓരോ ഷേപ്സ് ഉണ്ടാക്കുകയാണ്. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് ഗെയിംസ്. ഹു മെയ്ഡ് ദി ഹയസ്റ്റ് സ്റ്റാക്ക്? ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ വുഡൻ ഷേപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്സ് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാക്ക്, ഏറ്റവും ഉയരത്തിൽ ആരാണ്, ഏറ്റവും വലിയ സ്റ്റാക്ക് ആരാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തിക്കേ.
Write the name of some objects shaped like rectangular blocks and balls. അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കുലർ ബ്ലോക്സ് അതുപോലെ ബോൾസ് ഈ ഷേപ്പിലുള്ള ചില ഒബ്ജക്ട്സ് കണ്ടെത്തി എഴുതാനാണ്. പക്ഷെ എന്താണ് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു പിക്ചർ കാണിച്ചിരുന്നുണ്ട്. ബ്രിക്ക് ഈസ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. നമ്മൾ വീട് പണിയാനൊക്കെ ഉപയോഗിക്കുന്ന ഇഷ്ടികയില്ലേ, അപ്പോൾ അതെന്താണ്? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. ഇനിയും നമുക്കറിയാം, ഇപ്പം നമ്മുടെ ബോക്സ്, നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ബോക്സ് അല്ലേ, നമ്മുടെ പെൻസിൽ ബോക്സ്, ഇതൊക്കെ എന്താണ്? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ ജ്യൂസ്, നമ്മൾ പാക്കറ്റിലെ ജ്യൂസ് വാങ്ങില്ല, അപ്പം ചെറിയ ബോക്സ് പോലെ ഇരിക്കും അല്ലേ, അപ്പം അതൊരു റെക്റ്റാങ്കിൾ ബ്ലോക്കാന്ന് പറയാൻ പറ്റും. പിന്നെ എന്തൊക്കെ ഒബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പം ചില എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, പെൻസിൽ ബോക്സ്, ബ്രിക്ക്, പിന്നെ ഗിഫ്റ്റ് ബോക്സ്, നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന വലിയ ബോക്സ് ഇല്ലേ, അതൊക്കെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. ഇനി അടുത്തത് ബോൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ്. ഇവിടെ കണ്ടോ, ബോൾ ഈസ് എ സ്പിയർ. ബോൾ ഷേപ്പിന്, ബോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയർ ഷേപ്പിലുള്ള ഒബ്ജക്റ്റാണ് ബോൾ എന്ന് പറയുന്നത്. അത് ഉരുണ്ടിരിക്കുക. നമ്മൾ കണ്ടില്ലേ, ബോൾ എങ്ങനെയാണ്? ഉരുണ്ടാണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു സ്പിയർ ഷേപ്പിൽ അല്ലെങ്കിൽ ബോൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലേ, ഓറഞ്ച് എങ്ങനെയാണ്? ഉരുണ്ടാണ് ഇരിക്കുന്നത് അല്ലെ, ഒരു ബോൾ ഷേപ്പിലാണ്, ഒരു സ്പിയർ ഷേപ്പിലാണുള്ളത് അല്ലേ. അതുപോലെ തന്നെ ബലൂൺസ് ഏത് ഷേപ്പിലാണ്? ഒരു ബോൾ ഷേപ്പിൽ ഉരുണ്ടിരിക്കുകയാണ്, സ്പിയർ ഷേപ്പിലാണുള്ളത് അല്ലേ. അപ്പോൾ ബോൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് നമ്മൾ പറഞ്ഞു, ബ്രിക്ക് ഷേപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. ഫസ്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഷേപ്പിലുള്ള ഒബ്ജക്ട്സിൻ്റെ പേര് നമുക്ക് ഫസ്റ്റ് ബോക്സിൽ ഇവിടെ ഫസ്റ്റ് ബോക്സിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്ട്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബോക്സ്, പെൻസിൽ ബോക്സ്, മറ്റൊന്ന് ഇറേസർ അല്ലേ, നമ്മൾ ഇറേസ് ചെയ്യാൻ, റബ്ബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇറേസർ. ഇനി അടുത്ത എന്താണ്? ബോൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ്. ബോൾ ഷേപ്പിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞൊരു ഫ്രൂട്ട് അല്ലേ, ഓറഞ്ച് എഴുതാം. പിന്നെ എന്താണുള്ളത്? പിന്നെ നമുക്ക് ബലൂണും എഴുതാം. ഓക്കെ, ഓറഞ്ചും ബലൂണും എഴുതി. ഇനി അടുത്തത് വെജിറ്റബിൾ പ്രിൻറ്റിംഗ്. Vidhu made a vegetable printed tablecloth for the work experience contest. അപ്പോൾ വിധു വർക്ക് എക്സ്പീരിയൻസ് കോണ്ടസ്റ്റിന് വേണ്ടിയിട്ടൊരു വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് ഉണ്ടാക്കി. ഹി യൂസ്ഡ് ഒക്ര, ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ഓണിയൻ ടു മേക്ക് ഇറ്റ്. ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഉപയോഗിച്ചത്? ഒക്ര, ലേഡീസ് ഫിംഗർ അല്ലേ, പിന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ ഓണിയൻ. അപ്പം ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിൻറ്റ്സ്? അപ്പം നിങ്ങൾക്കും ഇതുപോലെ പ്രിൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത് നമുക്കൊരു ക്ലോത്തിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇപ്പോൾ വിധു ചെയ്തതുപോലെ ഒരു വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. നെക്സ്റ്റ് നമ്മുടെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ കണ്ടോ, അപ്പം ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, look at the pictures on page 7. Which picture do you like most? ഇവിടെ നമ്മുടെ പേജ് 7-ൽ നമ്മൾ ഫസ്റ്റ് കണ്ട പേജിൽ കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പിക്ചറിൽ നമ്മൾ കുറേ ഷേപ്സ് കണ്ടു. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിക്ചർ ഏതാണ്? ഏത് പിക്ചറാണ് ഇഷ്ടപ്പെട്ടത്? അത് എഴുതുക. അതുകൂടാതെ നിങ്ങൾക്കതിൽ ഏതൊക്കെ ഷേപ്സ് ആണുള്ളത് ആ ഷേപ്സിൻ്റെ പേരും കൂടെ ആ ബോക്സിൽ എഴുതുക. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോയിനിങ് ഷേപ്സ്. യൂസ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ടു ഡ്രോ എനി പിക്ചർ യു ലൈക്ക്. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും സർക്കിൾസും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ നമ്മൾ ഫസ്റ്റ് 7th പേജിൽ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ അതിൽ ഉള്ളതുപോലെ ഈ 3 ഷേപ്സ് ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾസ്. ഈ 3 ഷേപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ ഇവിടെ ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളർ ദ പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രിന്റ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, നോക്കിക്കേ എന്തൊക്കെ ഷേപ്സ് അതിൽ കാണാൻ പറ്റും. അതിൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പം
ഈ ഒരു പിക്ചർ നിങ്ങൾ കളർ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കളർ ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു പിക്ചർ ആക്കിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. നമ്മൾ ഷേപ്സിനെ കുറിച്ചാണ് പഠിച്ചത്. പല ഷേപ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ, പല ഡിഫറെൻറ്റ് ഷേപ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ഷേപ്സുകൾ നമ്മൾ വരച്ചു, കളർ ചെയ്തു, എന്തൊക്കെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ ഷേപ്സാണ് പഠിച്ചത്? ഒന്ന് സർക്കിൾ ഷേപ്പ് ആയിരുന്നു അല്ലേ, സർക്കിൾ ഷേപ്പ് പഠിച്ചു. ദെൻ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. ഏതൊക്കെ ഷേപ്സാണ് പഠിച്ചത്? സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. അതുകൂടാതെ നമ്മൾ ബോൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് പഠിച്ചു. റെക്റ്റാങ്കുലർ ബ്ലോക്സ് പോലെ വരുന്ന ഒബ്ജക്ട്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് പഠിച്ചല്ലേ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.